السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أفضل رسول الله وعلى آله وصحابه الفائزين برضا الله أما بعد. സ്നേഹധന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരിക്കൽ കൂടി വിശ്വാസികളിലേക്ക് ഈദുൽ ഫിത്തർ സമാഗതമായിരിക്കുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആഘോഷ സുദിനമാണ് ഈദുൽ ഫിത്തർ. മണ്ണും വിണ്ണും കൈകോർക്കുന്ന അത്ഭുത ദിനം. ആകാശലോകത്തെ മലാഖമാരും ഭൂമിയിലെ മനുഷ്യരും ഒന്നു ചേരുന്ന അനുഗ്രഹീത സുദിനം. ഈ സുദിനത്തിൽ ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പെരുന്നാൾ ദിവസം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും സുദിനമാണ്. ഈ ദിവസത്തെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത് യൗമുൽ ജായിസ എന്നാണ്, അഥവാ സമ്മാന സുദിനം. നീണ്ട ഒരു മാസക്കാലം വ്രതാനുഷ്ഠാനത്തിലൂടെയും രാത്രി നിസ്കാരങ്ങളിലൂടെയും കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും വിശ്വാസികൾ അള്ളാഹുവിലേക്ക്, ദൈവത്തിലേക്ക്, പ്രപഞ്ചനാഥനിലേക്ക് അടുത്തപ്പോൾ അവർക്കർഹമായ നിലയിലുള്ള സമ്മാനങ്ങൾ നൽകുന്ന ദിവസമാണ്. അഥവാ അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും പ്രപഞ്ച സൃഷ്ടാവിൽ നിന്നുള്ള പാപമോചനവും നൽകി വിശ്വാസികളെ ആദരിക്കുന്ന ദിവസം എന്നർത്ഥം. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പെരുന്നാൾ ദിവസം ഒരു പുത്തൻ ജന്മമാണ് സമ്മാനിക്കുന്നത്. പഴയ ജീവിതത്തിൽ നിന്ന് പുതിയ ജീവിതത്തിലേക്ക്, പഴയ സ്വഭാവങ്ങളിൽ നിന്ന് പുതിയ സ്വഭാവങ്ങളിലേക്കുള്ള പരിവർത്തനമാണ് യഥാർത്ഥത്തിൽ പെരുന്നാൾ ദിവസം സമ്മാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം നന്മകളുടെ പ്രയാണത്തിന് അവസാനമില്ല എന്നതാണ്. നീണ്ട ഒരു മാസം തങ്ങൾ ചെയ്തിരുന്ന, തങ്ങളുടെ സൃഷ്ടാവിനെ, ഉടമസ്ഥനെ, യജമാനനെ തൃപ്തിപ്പെടുത്താൻ അവർ അനുഷ്ഠിച്ചു പോന്ന ആരാധനാ കർമ്മങ്ങൾ അത് തുടർന്നും നിർവഹിക്കുകയും അതുവഴി സൃഷ്ടാവിലേക്ക് അടുക്കുകയും അതിലൂടെ സ്വർഗപ്രവേശനത്തിന് അർഹമാവുകയും ചെയ്യണമേ എന്ന് ഇന്നത്തെ ദിവസം വിശ്വാസികളോട് ആഹ്വാനം ചെയ്യുകയാണ്. അതുപോലെ തന്നെ പെരുന്നാൾ ദിവസം എന്നത് സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമഭാവനയുടെയും വിളംബരമാണ് നൽകുന്നത്. എല്ലാ വിഭാഗം ആളുകളെയും ചേർത്തു നിർത്താൻ, അതിൽ ജാതി, മത, വർഗ വ്യത്യാസങ്ങൾക്കതീതമായി എല്ലാ വിഭാഗത്തെയും ചേർത്ത് നിർത്തി സ്നേഹത്തോടെ, ഐക്യത്തോടെ മുന്നോട്ട് ഗമിക്കാൻ ഈ വിശുദ്ധ ദിവസം നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിജയം, നമ്മുടെ നാടിൻ്റെ, നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ വിജയവും നമ്മുടെ ഐക്യത്തിലാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗീയതയും മറന്ന് കക്ഷി രാഷ്ട്രീയങ്ങളും ജാതി വംശീയ വ്യത്യാസങ്ങളുമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് മനുഷ്യരെന്ന നിലയിൽ നമുക്കൊക്കെയും ഒന്നിക്കാൻ, ദൈവത്തിൻ്റെ അടിമകൾ എന്ന നിലയിൽ
നമുക്കേവർക്കും ഒരുമയോടെ പ്രവർത്തിക്കാൻ കഴിയണമെന്നതാണ് ഇന്നത്തെ ദിവസം നൽകുന്ന മറ്റൊരു സന്ദേശം. വിശുദ്ധ ഖുർആനിൽ പ്രപഞ്ചനാഥനായ പടച്ച തമ്പുരാൻ പറയുന്നു, വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ, നിങ്ങളെല്ലാവരും ഒരുമയോടെ നിലകൊള്ളണം, നിങ്ങൾ ഭിന്നിക്കരുത്. ഭിന്നത നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പരാജയത്തിന് കാരണമാകും. യഥാർത്ഥത്തിൽ നാം ഒക്കെയും ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളാണല്ലോ. അങ്ങനെയുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം ഭിന്നതയ്ക്ക് പ്രസക്തിയില്ല. ഒരച്ഛനമ്മമാർക്ക് പിറന്ന മക്കൾ ഓർത്താൽ ഒരു തറവാട്ടുകാർ നാം എന്ന് പറഞ്ഞതുപോലെ ആദം ഹവ്വ ദമ്പതികളുടെ മക്കളാണ് നാം എല്ലാം. നാം ഒക്കെയും ഒരുമയോടെ ചേർന്ന് നിൽക്കേണ്ടവരാണ്. അങ്ങനെ ചേർന്ന് നിന്ന് സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, സമാധാനത്തിൻ്റെ നല്ലൊരു ജീവിതം നമുക്ക് നയിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും അതിലൂടെ സൃഷ്ടികളെയും സൃഷ്ടാവിനെയും നമുക്ക് തൃപ്തിപ്പെടുത്തി ഏറ്റവും ഉന്നത വിജയമാകുന്ന സ്വർഗത്തിലേക്ക് കടന്നു ചെന്ന് സന്തോഷത്തോടെ കാലാകാലം ജീവിക്കാൻ നമുക്ക് സാധ്യമാകുമെന്നതാണ് നാം ഇതിലൂടെ തിരിച്ചറിയേണ്ടത്. അതിന് ദൈവം തമ്പുരാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകട്ടെ, അനുഗ്രഹം ചൊരിയട്ടെ. ഈ പെരുന്നാൾ ദിവസം അതിന് നമുക്കൊരു പ്രചോദനമാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും ഒരിക്കൽ കൂടി പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്.